എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിന്റെ അറസ്റ്റിന് പിന്നാലെ കൂടുതൽ ഉന്നതങ്ങളിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ച് പ്രത്യേക അന്വേഷണ സംഘം. 2019 എ പത്മകുമാർ അധ്യക്ഷനായ ദേവസ്വം ബോർഡ് കേസിൽ പ്രതിപട്ടികയിലുണ്ട്. പത്മകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അക്കാലയളവിലെ സെക്രട്ടറിമാർ, ഉദ്യോഗസ്ഥർ, മറ്റ് ജീവനക്കാർ എന്നിവരുടെ മൊഴി അന്വേഷണ സംഘം ശേഖരിച്ചു വരികയാണ്. ഇത് പൂർത്തിയായ ശേഷം പത്മകുമാർ അടക്കമുള്ള ബോർഡ് അംഗങ്ങൾക്കെതിരെയുള്ള നടപടികളിലേക്ക് സംഘം കടക്കും. ഇതിനു മുമ്പായി ചില ഇടനിലക്കാരെയും പ്രതിപട്ടികയിലുള്ള മറ്റ് ചില ഉദ്യോഗസ്ഥരുടെയും അറസ്റ്റിനും സാധ്യതയുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് എൻ വാസുവിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. 5 പേരാണ് ഇതുവരെ കേസിൽ അറസ്റ്റിലായത്. മുൻ ദേവസ്വം പ്രസിഡന്റ് എ പത്മകുമാറിന് അടുത്തതായി നറുക്കു വീഴുമെന്നാണ് സൂചന. പത്മകുമാറും ഏതു നിമിഷവും അറസ്റ്റിലാകും. പത്മകുമാർ ചോദ്യം ചെയ്യലിന് വിളിച്ചിട്ട് വന്നില്ല. അസൗകര്യം പറഞ്ഞ് ഒഴിവായി. വീണ്ടും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് പ്രകാരം ഉടൻ പത്മകുമാർ ഹാജരാകണം. ഇല്ലാത്ത പക്ഷം വീട്ടിലെത്തി അറസ്റ്റ് ചെയ്യാനാണ് നീക്കം. ഹൈക്കോടതി ഇടപെട്ട വിഷയമായതുകൊണ്ട് മുൻകൂർ ജാമ്യം കിട്ടലും പ്രയാസകരമാണ്. ഈ സാഹചര്യത്തിൽ 6ാം വിക്കറ്റ് പത്മകുമാറിനായിരിക്കുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് തുടങ്ങിയവർ പങ്കെടുക്കും. സമരത്തിന് പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചരണം ആലോചിക്കാൻ KPCC ഭാരവാഹികളുടെയും രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളുടെയും MLA മാരുടെയും യോഗം ഇന്ദിരാഭവനിൽ ചേരും.